ഇടി അങ്ങോട്ട് മാറിക്കിടന്നേ, നീ കാണുമ്പോൾ തന്നെ എന്തോ പോലെയുണ്ട് എന്നും പറഞ്ഞ് തിരിഞ്ഞു മാറിക്കിടക്കുന്ന വിനുവിനെ നോക്കി കയ്യിൽ തലയിണയുമായി അടുത്ത മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടെ മാത്രം കണ്ടിരുന്ന ആ മുഖത്തു നിന്ന് ഇങ്ങനൊരു അവഗണന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആദ്യ പ്രസവം സുഗമമായി നടന്നപ്പോൾ അടുത്തിരിക്കാൻ വിനു ഇല്ലായിരുന്നു. ഒരു പ്രവാസിയുടെ അവസ്ഥകളെ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് ഭർത്താവിൻ്റെ സാന്നിധ്യം മനസ്സേറെ കൊതിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ മനസ്സിനെ പ്രാപ്തയാക്കിയിരുന്നു സുമ. അടുത്തിരുന്ന് ഒന്ന് തലോടാൻ, ഇടയ്ക്കൊരു ചുംബനം കൊണ്ട് സ്നേഹത്തെ വരച്ചിടാൻ, എന്നും ആ കൈകളിൽ തെരുപ്പിടിച്ചുകൊണ്ട് അവൾക്കായി മാത്രം സന്തോഷം പകുത്തു നൽകാൻ എല്ലാം അവനും കൊതിച്ചിരുന്നുവെങ്കിലും ലീവ് എന്ന വാക്കിനോട് പുച്ഛം കാണിക്കുന്ന മുതലാളിമാർക്ക് മുന്നിൽ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാനായിരുന്നു യോഗം. വിവാഹ നാളുകളിൽ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാം അവൻ പറയുമായിരുന്നു, നീ ശരിക്കും ഒരു തീപ്പെട്ടിക്കൊള്ളി തന്നെയാണല്ലോടി പെണ്ണേ എന്ന്. അത് കേൾക്കുമ്പോൾ അവളിലുണ്ടാകുന്ന വികാരം സന്തോഷമാണോ സങ്കടമാണോ എന്ന് മനസ്സിലായില്ലെങ്കിലും ആ കളിയാക്കലുകൾക്ക് എന്നും ഒരു സ്നേഹത്തിൻ്റെ ആവരണമായിരുന്നു. പക്ഷേ എൻ്റെ പെണ്ണെ, ഞാൻ അറിഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചാൽ നീ പൊടിഞ്ഞു പോകുമല്ലോ. ഇനി നിന്നെയൊക്കെ ശരിയാക്കി എടുത്തിട്ട് വേണം എനിക്ക് ഗൾഫിലോട്ട് പറക്കാൻ. ഇതിപ്പോൾ നീ സാരിയൊന്നും എടുത്ത് എങ്ങോട്ടും ഇറങ്ങല്ല കേട്ടോ. വടിയിൽ തുണി ചുറ്റിയ പോലെ ഉണ്ടെന്നും പറഞ്ഞ് ആളുകൾ കളിയാക്കും എന്നും പറഞ്ഞ് ചിരിക്കുന്ന അവനെ അവൾ ഇച്ചിരി സങ്കടത്തോടെ നോക്കുമ്പോൾ പുറത്തേക്കല്ലെങ്കിലും അവളുടെ മനസ്സ് അവനോടായി ചോദിക്കുന്നുണ്ടായിരുന്നു, ചേർത്ത് പിടിച്ച് സ്നേഹം ചാലിച്ച് കളിയാക്കുന്നതിനേക്കാൾ സങ്കടമൊന്നും അല്ലല്ലോ ഏട്ടാ മറ്റൊരാളുടെ വെറും വാക്കുകൾ കൊണ്ടുള്ള കളിയാക്കലുകൾ എന്ന്. അവൻ ലീവ് തീർന്ന് ഗൾഫിലേക്ക് മടങ്ങുമ്പോൾ എന്തോ അടർത്തി മാറ്റുന്ന വേദനയായിരുന്നു അവളിൽ. ആ നോവുകളുടെ ആക്കം കുറച്ചത് അവൻ്റെ ജീവൻ തന്നിൽ വളർന്നു തുടങ്ങിയെന്നറിഞ്ഞതു മുതലായിരുന്നു. ഗർഭാവസ്ഥയിൽ ശരീരം തടിച്ചു തുടങ്ങുമ്പോൾ അത് അവളിൽ ഒരുതരം സന്തോഷം നിലനിർത്തി. ഇനി ഭർത്താവ് പോലും തീപ്പെട്ടിക്കൊള്ളി എന്ന് വിളിച്ച് കളിയാക്കില്ലല്ലോ എന്ന സന്തോഷം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ 100 ഇരട്ടി മൂർച്ച തോന്നും പ്രിയപ്പെട്ടവൻ്റെ സ്നേഹമെന്ന വാക്കിനൊപ്പമാണെങ്കിൽ കൂടി. ഇതുപോലെ താഴ്ത്തിക്കെട്ടുന്ന വാക്കുകളെന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ വല്ലാത്തൊരു സന്തോഷം തന്നെ അവളിലുണ്ടായിരുന്നു. അവളിലെ ആ മാറ്റം അവനിലും ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. അതിലേറെ സന്തോഷം താനൊരു അച്ഛനായി എന്നത് തന്നെയായിരുന്നു. വർഷങ്ങൾ മുന്നിൽ ഓടിമറയുമ്പോൾ അവൾ രണ്ടാമതും ഗർഭം ധരിച്ച നാളിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ അവനുണ്ടായിരുന്നു. ഗൾഫിലെ ജീവിതം മതിയാക്കി നാടിൻ്റെ പച്ചപ്പിലേക്ക് മോഹങ്ങളെ വീണ്ടും പറിച്ചു നടുമ്പോൾ അവൾക്കും അതൊരു വല്ലാത്ത നിമിഷങ്ങൾ നൽകിയിരുന്നു. ഗർഭനാളുകളിൽ ഒരു പെണ്ണ് കൊതിക്കുന്നതെന്തോ അതെല്ലാം തനിക്ക് കിട്ടാൻ പോകുന്നുവെന്ന സന്തോഷം, ഒരു ചേർത്ത് പിടിക്കൽ, കൂടെയുണ്ടെന്ന വാക്കുകൾ, ശരീരം നുറുങ്ങുന്ന വേദനയിലും കരുതലും പുഞ്ചിരിയും കൊണ്ട് മനസ്സിന് ആശ്വാസമാകുവാൻ. രാത്രി വയർ വലിഞ്ഞു മുറുകുമ്പോൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചൊന്ന് വയറ് താങ്ങി വേദനയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് വേദനയുടെ ആക്കം കുറയ്ക്കാൻ. പക്ഷേ രണ്ടാമത്തെ ഗർഭം ധരിച്ച നാളുകളിൽ അവളുടെ ശരീരം കൂടുതൽ തടിച്ചപ്പോൾ അവൻ്റെ ചേർത്ത് പിടിക്കലുകളുടെ നിമിഷങ്ങൾ അവൾക്ക് അന്യമാവുകയായിരുന്നു. നീ ഇങ്ങനെ തന്നെ ഇരിക്കാതെ ഒന്ന് അനങ്ങി വല്ലതും ചെയ്യും, കണ്ടില്ലേ ഇപ്പം തന്നെ വീപ്പ കുറ്റിയെ പോലെ ആയി. ഇപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ പെറ്റെണീക്കുമ്പോൾ എന്താകും? അവൻ്റെ നീരസം കലർന്ന വാക്കുകൾക്ക് മുന്നിൽ നിറകണ്ണുകളുമായി നിൽക്കുമ്പോൾ അവളിലെ പ്രതീക്ഷ ആയിരുന്നു ആ കണ്ണുനീരിനൊപ്പം ഒഴുകിയിറങ്ങി കളം വിട്ടുപോയത്. 9ാം മാസം സിസേറിയൻ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ്റെ ആദ്യ കലർന്ന നോട്ടത്തിലും വാക്കുകളിലും അവൾ പിന്നെയും ഇടയ്ക്കെങ്ങോ നിറം കെട്ടുപോയ സ്നേഹത്തെ നിറവർണ്ണ ശോഭയോടെ കണ്ടു. പക്ഷേ പിന്നെ ഒരിക്കൽ പോലും അങ്ങനെ നിണമണിഞ്ഞ നിമിഷങ്ങൾ അവൾക്കായി അവൻ കാത്തുവെച്ചില്ലായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞിനരികിൽ ചേർന്നിരിക്കുമ്പോൾ പോലും പലപ്പോഴും അവളെ നോക്കാൻ മടിക്കുകയായിരുന്നു അവൻ. പതിയെ പതിയെ അതിനൊരു മാറ്റം വന്നെങ്കിലും അന്നവൾ അവനരികിൽ ചേർന്ന് കിടക്കാനൊന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ ആ കൈ തട്ടിമാറ്റിക്കൊണ്ടവൻ പറയുമായിരുന്നു, ഈ തടിച്ച ശരീരം കാണുമ്പോഴേ എനിക്ക്. അതിനു പുറമെ വയറിലെ വികൃതമായ പാടുകളും തുന്നിക്കെട്ടിയ കത്രികപ്പാടും. എനിക്കതൊന്നുമുള്ള നിന്റെ ശരീരമല്ല വേണ്ടത്. ഞാൻ കൊതിച്ച പെണ്ണാവാൻ ഒരിക്കലും നിനക്ക് കഴിഞ്ഞിട്ടില്ല. കെട്ടിയ കാലത്ത് കൊള്ളി പോലെ ആയിരുന്നു, ഇപ്പോഴോ? അതുകൊണ്ട് ഇനി എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും നീ വന്നേക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നിന്റെ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താമെന്ന് വെച്ചാലും നിന്റെ വയറിലെയും അടിവയറ്റിലെയും കത്രികപ്പാടും എന്തോ. പ്ലീസ്. അതവൻ്റെ അപേക്ഷയായിരുന്നു, അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അവൾക്ക് മനസ്സിലായി, ദാമ്പത്യമെന്ന വസ്തുതയെ 2 മുറിയിടങ്ങളിലേക്ക് മാറ്റാൻ പറയാതെ പറയുകയാണ് അദ്ദേഹമെന്ന്. ഇനിയുള്ള കാലം മറ്റുള്ളവർക്ക് മുന്നിൽ നല്ല ദമ്പതികളായി വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ 2 അറ്റങ്ങളിലെ മുറിയിടങ്ങളിലേക്ക് ഒതുങ്ങി. പക്ഷേ എന്നും അവൻ സ്നേഹമുള്ളവനായിരുന്നു. കുട്ടികളെയും സുമയെയും പൊന്നുപോലെ നോക്കുമ്പോഴും അവൻ്റെ മുറിയിൽ മാത്രമായിരുന്നു അവൾക്ക് തീണ്ടൽ. കാലങ്ങളായി. ഇനിയെന്ത് അറിയില്ല. പക്ഷെ അവൾ സ്വയം ആശ്വസിക്കാൻ തിരഞ്ഞെടുത്ത ആ വാക്ക്
അത് മാത്രമായിരുന്നു. ലൈംഗികത മാത്രമല്ലല്ലോ ജീവിതമെന്ന്. അതൊഴിച്ചാൽ സ്നേഹം കൊണ്ട് മൂടുന്ന ഭർത്താവിൽ ഞാൻ സന്തോഷവതിയാണെന്ന്. കാത്തിരിക്കാം. ജീവിതം മുന്നിൽ കിടക്കുകയാണല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.